എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പടിഞ്ഞാമാക്കൽ. ഈ ആഴ്ച നമ്മൾ ബാഗിന്റെ വീഡിയോ ഇടാനായിട്ട് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ബാഗിന്റെ വീഡിയോ കാണാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഒരു പ്രീമിയം ബാഗാണ്. നമുക്കൊരു ഫാൻസി ബാഗായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ്. ഇത് സിമ്പിൾ ബട്ട് മോഡസ്റ്റ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ബാഗാണ്. ഇത് റേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ വള്ളി ഇത്രയേ ഉള്ളൂ. ലെങ്ത്തിൽ ഇടാനുള്ള സ്ലിങ് ഇല്ല. ഒന്നുകിൽ നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഷോൾഡറിൽ ഇടാം. അതല്ലാതെ കുറെ ലെങ്ത്തിൽ നീട്ടിയിടാനായിട്ടുള്ള സ്ലിങ് ഇതിനില്ല. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിബാണ് കാണുന്നുണ്ടല്ലോ. ഈ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് വീണ്ടും ഒരു സിബാണ് വരുന്നത്. ഇതാ കണ്ടോ, വീണ്ടും ഒരു സിബാണ്. ഈ സിബ് ഇതിങ്ങനെ സിബ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തും ഒരു അറയുണ്ട്, ഇപ്പുറത്തും ഒരു അറയുണ്ട്. പിന്നെ സെന്ററിലെ സിബ് തുറന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഞാനൊരു 3 ഫോൾഡിന്റെ കുട ഇട്ട് വെച്ചതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. 3 ഫോൾഡിന്റെ കുടയും നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡില് ഇതാ ഇതുപോലെ ഒരു പോക്കറ്റ് വേറെയുണ്ട്. ഇത് ലെതർ ആണോ എന്ന് ചോദിച്ചാൽ ലെതർ അല്ല, പക്ഷെ നിയർ ടു ലെതർ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പിടിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് 1050, 1050. ഇത് ക്വാളിറ്റി ഉള്ള ബാഗ്, പ്രീമിയം ബാഗുകൾക്ക് അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നത് ഒരു കൗഡൻ ഗ്രീനിന്റെ അല്ലെങ്കിൽ ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു പച്ചയാണ്. ഇനി ഇതിൽ പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പിന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഇതിനൊരു കളറ് ബ്ലൂ അല്ല, ഗ്രേ അല്ല, ഗ്രീൻ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1050. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതാ ഇതുപോലെ 2 വള്ളി, ചെറിയ വള്ളിയുണ്ട്, നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് കണ്ടോ, ഈ ബാഗ് അംബിക ബ്രാൻഡിന്റെ ബാഗാണ്. അംബിക ബ്രാൻഡിന്റെ ബാഗുകൾക്ക് വില കൂടുതലാണ്. ഇതിൽ 2 പോർഷൻ ആണ് ഉള്ളത്. ഇത് നീട്ടിയിടാനായിട്ടുള്ള നീളത്തിലുള്ള സ്ലിംഗ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി. ഇനി ഇത് 2 കള്ളിയും കൂടാതെ ഇത് 2 കള്ളി മാത്രമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ ഉള്ളിൽ വീണ്ടും ചെറിയ സിബ് ഇട്ട് ചെറിയ പോർഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പോ 3 ഫോൾഡിന്റെ കുടയെ കൊള്ളുള്ളൂ. 5 ഫോൾഡിന്റെ കുടയാണ് ഈ ബാഗിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊരു പ്രീമിയം ബാഗാണ്. ബ്രാൻഡഡ് കമ്പനിയുടെയാണ്. അംബിക എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡാണ്. അതുകൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് 750 രൂപയാണ്. ഈ ബാഗില് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഒരു ഗ്രേ ഷെയ്ഡാണ്. ഒരു പകുതി പോർഷനിൽ ഡിസൈനും പകുതി പോർഷൻ പ്ലെയിനും ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതാ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് സ്ലിങ് വേണ്ട എന്നുള്ളവർക്ക് സ്ലിങ് ഇടണ്ട, അല്ലാതെ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും. കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ബാഗും ബെക്സ്ലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡ് ബാഗാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ബെക്സ്ലി. ഇത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ബാഗാണ്. ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിനോട് ഏകദേശം ഷേപ്പ് വരുന്ന ഒരു ബാഗ് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് അന്നത്തത് ബ്രാൻഡ് അല്ലായിരുന്നു, ഇന്ന് ബ്രാൻഡഡ് കമ്പനിയുടെ ബാഗാണ്. ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊറി പോലെ വെച്ചിരിക്കുന്നതാണ്. ബാക്ക് സൈഡിലും അങ്ങനെ തന്നെ ഒരു ഞൊറി പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പിടുത്തം കണ്ടോ, ഇതിങ്ങനെ ഒരു വീതിയുള്ളൊരു വാറാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളില് സ്ലിങ് ഉണ്ട്. ലോങ് ആയിട്ട് ഇടാനായിട്ട് വേണ്ടിയുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. എന്നിട്ട് ഇതിന്റെ സെന്റർ പോർഷൻ തുറന്നു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളില് ഒരു വശത്ത് ഇതുപോലൊരു പോക്കറ്റും മറ്റേ വശത്ത് ഇതുപോലെ സിബ് ഇട്ടിട്ട് ഒരു കമ്പാർട്ട്മെന്റും ഉണ്ട്. ഇതിന്റെ ഉള്ളില് നിറച്ച് പേപ്പറുകൾ ഇപ്പൊ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ പേപ്പർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 ഫോൾഡിന്റെ കുട നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ
ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴാണ് അത് പിടിച്ചു നോക്കുമ്പോൾ അതിന്റെ ഫീല് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു കാപ്പിപ്പൊടി കളറാണ്. രണ്ടാമത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു മൗ ഷെയ്ഡാണ്. പിന്നത്തത് വന്നിരിക്കുന്നത് ഇതൊരു ഇംഗ്ലീഷ് കളർ എന്നൊക്കെ പറയാം. ഇത്രയും ഇങ്ങനെ 5 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് ഒരുപാട് പീസ് ഇല്ല, എല്ലാം സിംഗിൾ പീസുകളാണ്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1150. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഫ്ലോണ്ടിറ്റ് കമ്പനിയുടെ ബാഗുകൾ കാണിച്ചായിരുന്നു. ആ ബാഗുകളുടെ പോലത്തെ അതേ ബ്രാൻഡിന്റെ ബാഗുകൾ തന്നെയാണ് ഇത്. ഇത് ഫസ്റ്റ് വരുന്നത് ഒരു സിൽവർ അല്ല, ഗ്രേ അല്ല, അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് കളറാണിത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതുപോലെ ഒരു ഞൊറി പോലെയുള്ള ഒരു ഭാഗമാണ്. ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലത്തെ ഒരു സിബ്, ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് 3 കള്ളികളാണ് ഉള്ളത്. കണ്ടോ, നടുവിലൊരു കള്ളി, ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇങ്ങനെ 3 അറയാണ് ഈ ബാഗിനുള്ളത്. ഇത് കൂടാതെ ഇതിന്റെ ഉള്ളിൽ ഇതാ വേറെയും സിബിട്ട് പോക്കറ്റുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റും. ഇത് നീളത്തിൽ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ സ്ലിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ പറയാറുണ്ട് ഫ്ലോണ്ടിറ്റ് ബാഗുകൾക്കൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണെന്ന്. അതേപോലെ തന്നെയുള്ള ഒരു ബാഗാണ് ഇതും. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 730. ഇനി ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് കളറാന്ന് പറഞ്ഞില്ലേ, ഇനി ഇതിന്റെ വേറെ കളറുകളാണ്. ഇതാ ഒരെണ്ണം ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് കളറാണ്. വേറൊന്ന് വന്നിരിക്കുന്നത് ഒരു ബീജ് ഷെയ്ഡാണ്. വേറൊരെണ്ണം വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ ബാഗ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 730. നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് നമുക്ക് ഈ ഷോൾഡർ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റുന്ന ബാഗാണ്. ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ബാഗുകൾ. ഇപ്പൊ കാണിക്കുന്നത് കാറ്ററിന്റെ ബാഗാണ്. അപ്പൊ ഇതിന് ഇതുപോലെ ഒരു ഫ്ലാപ്പാണ്. ഈ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെയും നമുക്ക് സാധനങ്ങൾ വെക്കാം. അത് കൂടാതെ ഇതില് 2 കമ്പാർട്ട്മെന്റ് ആണ് ഇതിലുള്ളത്. ഇതാ ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ആണ് ഇതിലുള്ളത്. ഇത് നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് സാധനങ്ങളൊക്കെ നല്ലതുപോലെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിന്റെ മെറ്റീരിയലിനാണ്, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കണ്ടോ, നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അതിലൊരു ബ്ലാക്കിന്റെ ഒരു ടിന്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ MRP വരുന്നത് 799 ആണ്. ഞാനിത് നിങ്ങൾക്ക് തരുന്നത് 650 രൂപയ്ക്കാണ്. ഇതില് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കാപ്പിപ്പൊടി കളറിൽ. അടുത്തതും ഒരു ഷോൾഡർ ബാഗ് ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്നതും അതല്ലെങ്കിൽ ഷോൾഡറിൽ മാത്രം ഇടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബാഗാണ്. ഇതും ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ഇതിന്മേലത്തെ ഡിസൈൻ കണ്ട ഇതുപോലെയാണ്. ഇതുമേ ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ആയിട്ട് ഡിസൈൻ. ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ ഫ്ലാപ്പ് ഇത് ബ്രാൻഡഡ് അല്ല കേട്ടോ. ഈ ബാഗ് ബ്രാൻഡഡ് ബാഗുകളൊന്നും അല്ല, പക്ഷെ നല്ല മെറ്റീരിയൽ ആണിത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ നമുക്ക് സാധനങ്ങൾ വെക്കാം. പിന്നെ കണ്ട ഈ ഫ്ലാപ്പില് ഒരു സിബ് വീണ്ടും വന്നിട്ടുണ്ട്. അതില് നമുക്കിത് ഇവിടെ വീണ്ടും എന്തെങ്കിലും പൈസയോ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും വെക്കാൻ പറ്റും. അതുപോലെ ഇതിനും 2 കള്ളികളാണ് ഉള്ളത്. ഇതാ 2 പോർഷൻ ഉണ്ട് ഇതില് നമുക്ക് ഒരു 500 ml വെള്ളം കുപ്പി വെക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ഈ കാണിക്കുന്ന കളറ് ഒരു കാപ്പിപ്പൊടി കളറിൽ ഇതുപോലെ ഒരു മാർബിൾ പ്രിന്റ് പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ സ്ലിങ്ങിനൊക്കെ നല്ല വീതിയുള്ള സ്ലിങ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡാണ് ഇതാ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ബീജ് അല്ല, ചോക്ലേറ്റ് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിനും എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെ. ഇവിടെയും ഈ ഫ്ലാപ്പിലും ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇതിന്റെ ഉള്ളിൽ 2 കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ. ഇത് രണ്ടും സെയിം ആണ്. ബ്രാൻഡഡ് അല്ല, പക്ഷെ നല്ല മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്.
ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ. നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇതും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടുന്ന ഷോൾഡർ ബാഗ് തന്നെയാണ്. ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അതുമൊക്കെ ഒരു മാർബിൾ പ്രിന്റ് പോലെയൊക്കെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഇതും ഡിസൈൻ ഒന്നുമില്ല, ഇത് പ്ലെയിൻ ആണ്. പക്ഷെ സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം ആണ്. ഇത് ഓപ്പൺ ചെയ്തു, ഇവിടെ ഒരു അറയുണ്ട്. അതുപോലെ ഇതിന്റെ ഉള്ളിലും 2 അറകളാണ് ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇതിനും ഉണ്ട് ദാ ഇതുപോലെ ഇവിടെ ഈ ഇതിന്റെ ഉള്ളിലും ഇങ്ങനെ സിബ് ഇട്ടിട്ട് ഒരു പോക്കറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിന് വ്യത്യാസം ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ സൈഡില് പുറമേക്ക് കാണില്ല, ഉൾവശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് പോലെ കാണും. അത് ഡാമേജ് അല്ല, ഇത് ഫോം വെച്ച് അടിച്ചപ്പോൾ അത് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഇത് പുറത്തേക്ക് കാണുന്ന ഭാഗമേ അല്ല, അത് ഉള്ളിലിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്